അപ്പോൾ നമുക്കിന്ന് ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി അഥവാ MR എന്നെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ MR പണ്ടായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് മെൻ്റൽ റിട്ടാർഡേഷൻ, പക്ഷേ ഇന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി. ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റിനെ വേറൊരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ IDD എന്നാണ് വിളിക്കുക, വിച്ച് ഇസ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. ഈ ഒരു സംഭവം പിള്ളേരിലാണ് കണ്ടുവരിക. 18 വയസ്സിൻ്റെ അടിയിലുള്ള പിള്ളേർക്കാണ് ഇത് മെയിൻലി കണ്ടുവരിക. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ജനറലായിട്ട് വേണ്ട ഇൻ്റലക്ച്വൽ സ്കിൽസ് അവർക്ക് ഉണ്ടാവില്ല. സോഷ്യൽ സ്കിൽസ് ഉണ്ടാവില്ല, പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ടാവില്ല, കൺസെപ്ച്വൽ സ്കിൽസും ഉണ്ടാവില്ല. കൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോബ്ലം സോൾവിങ്, റീസണിങ്, ലോജിക്കൽ, മാത്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അത്ര ഈസി ആയിരിക്കില്ല. അതുപോലെ തന്നെ രണ്ടാമത്തത് ദാറ്റ് ഇസ് സോഷ്യൽ സ്കിൽസ്. സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പീപ്പിളായിട്ട് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല, റിലേഷൻഷിപ്പിൽ അവർക്ക് ഫോം ചെയ്യാൻ പറ്റില്ല, അവർക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാകുന്നു, അങ്ങനെയൊക്കെ. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സ്കിൽസ്. ഇപ്പോൾ ഒരു ജോലിയിൽ നമ്മൾ കയറുമ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊന്നും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഇത് ഒരു കുട്ടിക്ക് ഇതുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. ഇനി അതുപോലെ തന്നെ പണ്ടത്തെ DSM വേർഷനിലൊക്കെ മൈൽഡായിട്ട് ഇതുണ്ടെന്ന് പറയുന്നത് 89 to 70 വരെ IQ സ്കോറുള്ള പിള്ളേർക്കാണ്. മോഡറേറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ 70 to 31 ആണ്. അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ 30 to 20 ആണ്. പിന്നെ പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ 19 മുതൽ 0 വരെ ഉള്ള പിള്ളേർക്കാണ് IQ സ്കോറിൽ. അപ്പോൾ ഇതിൻ്റെ മേജർ റീസൺസ് ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ റീസൺസ് ഉണ്ട്, പക്ഷെ ഞാൻ ഇന്ന് ഏറ്റവും മെയിൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് പ്രീനേറ്റൽ. കുട്ടി അമ്മയുടെ വൂമ്പിലുണ്ടായിരുന്ന സമയത്തെ അമ്മ വല്ല ഡ്രഗ്സോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോളോ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇത് വരാം. പിന്നെ അതുപോലെ തന്നെ പെരിനേറ്റൽ, അതാണ് ഇപ്പോൾ ലേബർ സമയത്ത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിലും കുട്ടിക്ക് ഇത് വരാം. അതുപോലെ തന്നെ പോസ്റ്റ് നേറ്റൽ, എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറിയോ എന്തെങ്കിലും ആക്സിഡൻസോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഇത് വരാം.